Hi dear friends, welcome to another episode of Day Out Eat and Shopping. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ആരെയാ കണി കണ്ടതെന്ന് നോക്കൂ, നമ്മുടെ ചെമ്പോത്തിനെ. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ തത്തകൾ കേട്ടോ. അപ്പോൾ തത്തകൾ പല ടൈപ്പ് ഉണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ സൂം ചെയ്തപ്പോഴാണ് കേട്ടോ കാണുന്നത്. അതായത് ബ്രാഞ്ചസ് എല്ലാം എങ്ങനെ ടൈറ്റായിട്ട് അവരുടെ ലെഗിനെ കൊണ്ട് ഹോൾഡ് ചെയ്യുന്നു നോക്കൂ. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും ഇതുപോലെ ടൈറ്റായിട്ടാണ് കേട്ടോ ഹോൾഡ് ചെയ്യുക. പിന്നെ അടുത്തത് നമ്മുടെ ബ്ലാക്ക് സ്റ്റിൽറ്റ്. സത്യം പറഞ്ഞാൽ ഇതിനെ കണ്ടപ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും ഒരു നോർമൽ ടൈപ്പ് ഓഫ് ബേർഡ്, മൈഗ്രേറ്ററി ബേർഡ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം എനിക്ക് കാണാൻ പറ്റിയത് വേറെ പലതുമാണ് കേട്ടോ. കാരണം ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ബേർഡാണ്. അപ്പോൾ ഇതിനെ കറുത്ത കാലിളക്കി പക്ഷി അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റിൽറ്റ്, മലയാളത്തിൽ കറുത്ത പവിഴക്കാലൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന അതിശയിപ്പിക്കുന്ന ഒരു പക്ഷിയാണിത്. അപ്പോൾ ഇത് വലിയ പക്ഷികളെല്ലാം ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ചുണ്ട് നല്ല നീളമുള്ളതും പിന്നെ ഭയങ്കര നേർത്തതുമായിട്ടുള്ള ചുണ്ടുകളാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, എത്ര എണ്ണത്തിനെയാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ലേക്കിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് കേട്ടോ, ആസ് എ ബേർഡ് ലവർ. അപ്പോൾ ഇനി ഇവരുടെ കാലുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ പിങ്ക് കളർ കലർന്ന ചുവപ്പ് നിറമാണ് കേട്ടോ. ശരീരത്തിൻ്റെ വലുപ്പമായിട്ട് താരതമ്യം ചെയ്യുമ്പം ലോകത്തിലെ ഏറ്റവും നീളമുള്ള കാലുകളുള്ള പക്ഷികളിൽ ഒന്നാണ് ഇവ. അപ്പോൾ ഈ കാലുകളാണ് ഇവരെ ചതുപ്പ് നിലത്തിലൂടെ നടക്കാനും, മോസ്റ്റ്ലി ഇവരെ കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ, നദികൾ, ചതുപ്പ് നിലങ്ങൾ അവിടെയാണ്. അപ്പോൾ ഈ നീളമുള്ള കാലുകളാണ് ഇവരെ നടക്കാൻ വേണ്ടി സഹായിക്കുന്നതും കല്ലുകൾക്കിടയിൽ നിന്നും ഭക്ഷണം കണ്ടെത്താൻ സഹായിക്കുന്നതും എല്ലാം. പിന്നെ അടുത്തത് കൺസർവേഷൻ, അതായത് സംരക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിവർഗ്ഗങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ 23 ഇനം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വംശനാശ ഭീഷണി നേരിട്ടു. അപ്പോൾ പൂച്ചകൾ, കീരികൾ തുടങ്ങിയ ജീവികളുടെ ആക്രമണം, പിന്നെ ഹൈബ്രിഡൈസേഷൻ, ഇതൊക്കെ ഇവയുടെ എണ്ണം കുറയാനായിട്ടുള്ള കാരണമായിട്ടോ. പിന്നെ മാവേരിയൻ ഭാഷയിൽ ഇവരെ കാക്കി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ന്യൂസിലൻഡ് സർക്കാർ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിൽ കാണപ്പെടുന്നത് പവിഴക്കാലൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇവയുടെ വയറുഭാഗം വെള്ളയും ചിറക് കറുപ്പുമാണ്. പക്ഷേ ബ്ലാക്ക് സ്റ്റിൽറ്റ് ഫുള്ളായിട്ട് കറുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ ബാംഗ്ലൂരിലാണ് കേട്ടോ ഇവരെ സ്പോട്ട് ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കുള്ള ബ്ലാക്ക് സ്റ്റിൽറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ജലാശയത്തിലാണ് ഇത് ഉണ്ടാവുക എന്നുള്ളത്. പ്രാണികൾ, ചെറിയ മീൻ, ഞണ്ട്, അതൊക്കെയാണ് ഇത് ഭക്ഷണമാക്കുന്നത്. പിന്നെ ഈ കാലുകൾ കാരണം ഈസി ആയിട്ട് വെള്ളത്തിലൂടെ നടക്കാൻ പറ്റും. പിന്നെ വെള്ളത്തിലൂടെ ഈസി ആയിട്ട് ഇവർക്ക് ഇവരുടെ ഇരകളെ കണ്ടെത്താനും സഹായിക്കും. പിന്നെ ഇത് കണ്ടല്ലോ, ബീക്സ്. അപ്പോൾ അത് എത്ര ആഴത്തിൽ പോവും, എത്ര നീളമുള്ളതാണ്, എത്ര ആഴത്തിൽ ചളിയിലേക്കൊക്കെ ഇറങ്ങുന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതോടെ നമ്മുടെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ മനോഹരമായ കാഴ്ച കണ്ടോ, എത്ര ബേർഡ്സാണെന്ന് നോക്കിക്കേ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ സൈഡിലെല്ലാം നോർമലായി കാണപ്പെടുന്ന പക്ഷിയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ തന്നെ മതി, പറന്നു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ബൈ.